മഴ മാറിയതോടെ മധ്യ കേരളത്തിൽ കോട്ടയം ചൂടിലാണ്. കണ്ണൂരും പുനലൂരും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് കോട്ടയത്താണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷവും ജില്ലയിൽ റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെട്ടത്. പല ദിവസങ്ങളിലും 40 ഡിഗ്രി വരെ അനൌദ്യോഗികമായി രേഖപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വിഭാഗം നൽകുന്നത്. ഈ മാസം പകുതിയോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ചൂട് കുറയില്ല. പിന്നാലെ വരൾച്ചയും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ജനുവരി ഫെബ്രുവരി മാസത്തെ മഴയിൽ ജില്ലയിൽ 178% അധികം രേഖപ്പെടുത്തി. എന്നാൽ ഫെബ്രുവരി അവസാനം മുതൽ പകൽ ചുട്ടുപൊള്ളുകയായിരുന്നു. പകൽച്ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം രാത്രി താപനില കുറഞ്ഞതിനാൽ രാവിലെയും വൈകിട്ടും തണുപ്പും വർദ്ധിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലാണ് തണുപ്പിന്റെ കാഠിന്യം കൂടുതൽ. കനത്ത ചൂടിനെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. ഏതാനും ദിവസം വെയിൽ തെളിഞ്ഞതിനു പിന്നാലെ വരണ്ട അവസ്ഥയായിരിക്കുകയാണ്. തോടുകളിലെയും പുഴകളിലെയും ജലനിരപ്പ് കുത്തനെ താഴ്ന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. വേനൽ മഴ നേരത്തെ എത്തിയില്ലെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളം കിട്ടാക്കനിയാകും. മുന്നറിയിപ്പുകൾ: മലയോര പടിഞ്ഞാറൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായേക്കും. നിർമ്മാണത്തിലിരിക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതികൾ പൂർത്തിയാക്കണം. പമ്പിംഗ്, പൈപ്പ് പൊട്ടൽ മൂലമുള്ള പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കണം. പെയ്ത്തുവെള്ളം നിലനിർത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ചൂടിൽ മാത്രമല്ല, 16 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മിന്നലുകൾ ഉണ്ടായത് കോട്ടയത്താണെന്നാണ് പഠന റിപ്പോർട്ട്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ ധനസഹായത്തോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗം നടത്തിയ പഠനത്തിന്റേതാണ് കണ്ടെത്തൽ. ഉപഗ്രഹ ഡേറ്റ വിശകലനം ചെയ്തപ്പോൾ സംസ്ഥാനത്തെ ശരാശരി മിന്നലിന്റെ തോത് പ്രതിവർഷം 1 ചതുരശ്ര കിലോമീറ്ററിൽ 20 വരെയാണ്. ജില്ലയിൽ ഇത് 70 വരെയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ രേഖപ്പെടുത്തിയ ചൂട് 35 ഡിഗ്രിയാണ്. ഈ രീതിയിലാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത ഏറെയാണ്. സാധാരണ താപനിലയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി ചൂട് കൂടുതൽ ദിവസങ്ങളോളം അനുഭവപ്പെടുന്ന അവസ്ഥയാണിത്. അസ്വാഭാവികമാം വിധം ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയായിരിക്കും. ഉയർന്ന അന്തരീക്ഷമർദ്ദം ചൂടിനെ ഭൂമിയുടെ പ്രതലത്തോട് ചേർത്ത് നിർത്തുന്ന അവസ്ഥയാണിതെന്ന് വിദഗ്ധർ പറയുന്നു. അമിതമായ ചൂട് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ മാനസിക പിരിമുറുക്കവും ഉണ്ടാക്കാനിടയുണ്ട്. ചൂട് കുറവുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉഷ്ണതരംഗമുള്ള മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കടുത്ത ചൂടുമായി വേഗത്തിൽ പൊരുത്തപ്പെടാനാകാതെ വരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. കടുത്ത ചൂട് പലരിലും മാനസിക പിരിമുറുക്കം കൂട്ടുന്നു. ചിലർ വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റുന്നതും ഇതിന് കാരണമാണ്. താപനില 40 ഡിഗ്രി കടന്നാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ചെറിയ തോതിൽ ബാധിക്കും. പ്രായമായവരിലും കുട്ടികളിലും ഇത് തീവ്രമായി അനുഭവപ്പെടും. ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതാണ് ആദ്യഘട്ടം. ഇത് ക്ഷീണമുണ്ടാക്കും. രക്തസമ്മർദ്ദം കുറയും. കുഴഞ്ഞു വീഴും. പകൽ സമയം തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ മുൻകരുതലുകൾ എടുക്കണം. ഇടയ്ക്കിടെ തണലിൽ വിശ്രമിക്കുക. കഴിയുന്നതും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയുള്ള സമയം വിശ്രമിച്ച് രാവിലെയും വൈകിട്ടുമുള്ള സമയം ജോലി ചെയ്യുക. ശരീരം ചുട്ടുപൊള്ളുന്നതായി അനുഭവപ്പെട്ടാൽ ജോലി നിർത്തി വിശ്രമിക്കുക. ശരീരം തണുത്ത വെള്ളം കൊണ്ട് തുടയ്ക്കുക. ചുവന്ന നിറമോ കുമിളകളോ പ്രത്യക്ഷപ്പെട്ടാൽ അവ പൊട്ടിക്കരുത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.